കുറച്ച് ദിവസമായില്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ കണ്ടിട്ട്. വ്ളോഗും കാര്യങ്ങളൊക്കെ കണ്ടാ പോരല്ലോ, ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും സജസ്റ്റ് ചെയ്യുന്ന വീഡിയോയും ചെയ്യണ്ടേ. അല്ലെങ്കിലും പിള്ളേരെന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നടത്തി കൊടുക്കണം. ഇതെന്റെ മോംസ് ഗസ്റ്റ് വരുമ്പോൾ മാത്രം പുറത്തെടുക്കുന്ന ക്ലാസ് ആണ്. എങ്ങാനും പുതിയ ക്ലാസ് ഉണ്ടാക്കിയിട്ട് ഇനി റെസിപ്പി എങ്ങാനും ഹിറ്റ് ആയാലോ. ഇത് നമുക്ക് ഫസ്റ്റ് വേണ്ട കാര്യമാണ് കോളയും ഐസ്ക്രീമും. അപ്പൊ എങ്ങനെ തുടങ്ങുമല്ലേ? എത്ര ഡീസെന്റ് ആയിട്ട് വീഡിയോ എടുക്കണമെന്ന് തോന്നിയാലും ഞാൻ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടാറുണ്ട്. ഇനി ഇതെങ്ങാണ് ഞാൻ ഉണ്ടാക്കി കുടിച്ച് ഞാനെങ്ങനെ തട്ടിപ്പോവോ? തട്ടിപ്പോകത്തൊന്നുമില്ലായിരിക്കും. അങ്ങനെ ആയിരുന്നെങ്കിൽ ആ ചേച്ചി വീഡിയോ എടുത്തില്ലല്ലോ. ഇനി ആ ചേച്ചിയല്ല വേറെ ആരെങ്കിലും ആണ് ആ വീഡിയോ ഇട്ടെങ്കിലോ? അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്ക് നമ്മുടെ പണി നോക്കാം. സംഭവം സിമ്പിൾ ആണ്. കയ്യിലൊരു 30 രൂപ എടുക്കാണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അങ്ങനെ ആ വീഡിയോയിൽ ചേച്ചി പറഞ്ഞ പോലെ ഞാൻ ഐസ്ക്രീമും കോളയും കൂടെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ എക്സ്പ്രഷൻ ഒന്നും അല്ലടാ, ശരിക്കുള്ള സംഭവം വഴിയേ വരുന്നേ ഉള്ളൂ. നമ്മൾ ഈ ചായയൊക്കെ എടുത്തില്ലേ, കറക്റ്റ് ഇതിന്റെ കളറൊക്കെ ആയിരുന്നു. എന്തേലും ജീവൻ പണയം വെച്ച് ചെയ്യുന്നല്ലേ. ഒരു ലൈക്കും കമന്റ് ഒക്കെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് വലിയ സന്തോഷമായേനെ. അങ്ങനെ അറിയാന്നുള്ള ദൈവത്തിനൊക്കെ വിളിച്ച് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. എങ്ങാനും പുതിയ ക്ലാസ് ഉണ്ടാക്കിയിട്ട് ഇനി റെസിപ്പി എങ്ങാനും ഹിറ്റ് ആയാലോ. ഹിറ്റ് ആവാൻ പോയാൽ ഞാൻ ഇനി ഭിത്തിയിൽ പടമാവോ എന്ന് കേട്ടാ നാളെ അറിയാൻ പറ്റും. ഇനിയിപ്പോ ഈ സംഭവം ടേസ്റ്റ് ചെയ്യുന്നതും ടേസ്റ്റ് ചെയ്യാത്തതൊക്കെ നിങ്ങളുടെ റിസ്ക് ആയിക്കോണം. എന്തെങ്കിലും സംഭവിച്ചാൽ കമ്പനിക്ക് ഇത് പങ്കില്ലാന്ന് നേരത്തെ അറിയിച്ചോളൂ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അപ്പൊ ഓക്കെ, ബൈ.